നമസ്കാരം. 7 വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് നീതുവും അജിത്തും. വിവാഹം കഴിച്ച് 2-3 വർഷം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോയ ദാമ്പത്യം. ഇതിനിടയിലാണ് ഇദ്ദേഹത്തിന് ഭർത്താവിന് ജോലി കിട്ടുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥം കിട്ടിയതോടെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കൂടുകയാണ്. ഇതിനു മുമ്പ് പ്രണയിച്ചായിരുന്നു വിവാഹം കഴിച്ചതെങ്കിലും ഇരു കുടുംബക്കാരും ഒത്തുചേർന്നുള്ള ഈ വിവാഹത്തിനിടെ നീതുവിൻ്റെ വീട്ടുകാർ സ്വർണവും അതുപോലെ തന്നെ സ്ത്രീധനവും ഒക്കെ നൽകിയിരുന്നു. അങ്ങനെ സ്ത്രീധനം കൊടുത്തതൊന്നും പോരാ, ഇനിയും സ്ത്രീധനമായിട്ട് വേണം, സർക്കാർ ഉദ്യോഗസ്ഥനായ തനിക്ക് സ്ത്രീധനം ഇതിലും കൂടുതലും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. നീതുവിന് 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. അതിൽ ഒരു കുട്ടിക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖമൊക്കെയുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നീതുവിനോട് 20 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത്. 20 ലക്ഷം രൂപ നൽകാൻ സാധിക്കാത്ത നീതുവും കുടുംബവും പിന്നീട് ഈ കുടുംബത്തിന് വേണ്ടി ഒരു കാറ് കൂടെ സ്ത്രീധനമായി നൽകുകയുണ്ടായി. ആ കാറിൻ്റെ ഉടമസ്ഥത നീതുവിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ പേരിലേക്കാണ് മാറ്റിയത്. അത് ഭർത്താവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു സൈനിക ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ കാറിന് പൈസ കുറഞ്ഞു കിട്ടും എന്നുള്ള വ്യാജേനയാണ് അച്ഛൻ്റെ പേരിലേക്ക് കാറ് മാറ്റിയതെന്നൊക്കെ നീതു പറയുന്നു. അതുകൊണ്ട് തന്നെ നീതു വീണ്ടും കാറ് മേടിച്ചു കൊടുത്തു എന്നതിൻ്റെ തെളിവൊന്നും ഇല്ലാതാക്കാനാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെന്നതാണ് പറയുന്നത്. ഇത്തരത്തിൽ 20 ലക്ഷം രൂപ അധികമായി വാങ്ങിയതിൻ്റെ പേരിൽ പിന്നീട് വലിയ പ്രശ്നങ്ങളാണ് ഈ വീട്ടിലുണ്ടായത്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അവസാനം അസുഖബാധിതയായ ഒരു മകളുണ്ട്, മറ്റൊരു മകള്, 2 മക്കളെയും കൂട്ടി നീതു വീട് വിട്ടിറങ്ങുകയാണ്. വീട് വിട്ട് ഇറങ്ങുക എന്നതിനേക്കാൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ പേരിൽ നീതു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ്, പരാതി നൽകുകയാണ്. ഇപ്പോൾ നീതുവിനോട് ഈ ആവശ്യപ്പെട്ട പൈസയും സാധനങ്ങളും നൽകിയാൽ പോലും വീട്ടിലേക്ക് കയറണ്ട എന്നുള്ള നടപടിയിലേക്കാണ് ഈ വീട്ടുകാരെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസുകാർ ഇവരെ എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ്. വിവാഹം കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ നീതു ഇവിടെ തന്നെ ആയിരുന്നു താമസം. ഒരുപാട് കാലം ഈ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കാമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നീതുവിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ ഒരു ദിവസം നീതുവിനോട് അതിമോശമായിട്ടുള്ള രീതിയിൽ ഭർത്താവ് പ്രതികരിക്കുകയുണ്ടായി. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഭർത്താവ് വീട്ടിലെത്തുകയും നീതുവും മക്കളുമൊക്കെ കിടക്കാറുള്ള ആ കിടക്കയെടുത്ത് മുറ്റത്തിട്ട് തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ നീതുവിനോട് ആ കിടക്ക തീയിട്ടപ്പോൾ പറഞ്ഞത്, നിന്നെയും മക്കളെയും ഇതേപോലെ കത്തിക്കും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമൊക്കെ ഉണ്ടായപ്പോഴാണ് അത് ഭയന്ന് 1 വർഷം മുമ്പ് നീതുവിൻ്റെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റുന്നത്. ഇതിനുശേഷം ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നീതു നിയമ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ നേടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ എത്തി 7 ദിവസം കഴിഞ്ഞാൽ നീതുവിന് പ്രൊട്ടക്ഷൻ ഓർഡർ ഇല്ല, നീതുവിന് ഇവിടെ താമസിക്കണമെന്നത് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കിയ അവർ നീതു ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു പോയ സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഉള്ളിൽ തന്നെ വെച്ചിട്ട് വീട് അടച്ചുപൂട്ടി, എവിടെയെന്ന് അറിയില്ല, ഒളിവിലാണ് എന്നാണ് സൂചന. അവർ വീട്ടിൽ നിന്ന് മാറി താമസിച്ചിരിക്കുകയാണ്. നീതുവിൻ്റെ ഭർത്താവിൻ്റെ അനിയനും നീതുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനുമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നീതുവിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് 2 പെൺമക്കളുണ്ട്. അതിലൊരു കുട്ടിക്ക് അസുഖമാണ്. ആ കുട്ടിയുടെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും ഇടാനുള്ള ഡ്രസ്സ് അടക്കം ഈ വീട്ടിനകത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാന ആവശ്യമായിട്ട് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇനി എന്ത് വന്നാലും നീതുവും മക്കളും തിരികെ വീട്ടിലേക്ക് കയറേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് ഈ വീട്ടുകാരുള്ളത് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നീതു ഇവിടെ എത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ്, നീതു ഒരാഴ്ച മുന്നേ ഇവിടെ എത്തുന്നു. അതിന് 2-3 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീട്ടിൽ ഒരു CCTV ക്യാമറ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ CCTV ക്യാമറ സ്ഥാപിച്ചത് എന്തിനെന്ന് നീതുവിനോട് ചോദിക്കുമ്പോൾ നീതു പറയുന്നത്, തെളിവുകൾക്ക് വേണ്ടിയിട്ടായിരിക്കണം, ഇതുവരെ ഉണ്ടായിരുന്നില്ലാത്ത ക്യാമറ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കേസൊക്കെ കൊടുത്തത് കൊണ്ടാണ് CCTV സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പാണ് ഇത്തരത്തിൽ കിടക്കയൊക്കെ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും നീതു
നീതുവിനോട് അതിമോശമായിട്ടൊക്കെ പെരുമാറുന്നതുമൊക്കെ, അതുപോലെ തന്നെ നീതുവിനോട് നേരാവണ്ണം സംസാരിച്ചിരുന്നവരെയൊക്കെ ഈ വീട്ടുകാർ വിലക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. നീതുവിൻ്റെ ബന്ധുക്കളെയും നീതുവിനെയും ഒക്കെ കോൺടാക്ട് ചെയ്യാതിരിക്കാൻ മൊബൈലിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും അവരെവിടെയാണ്, എന്താണ് തുടർ നടപടി എന്നതൊക്കെ അറിയാൻ വേണ്ടി പോലീസുകാർ അന്വേഷണത്തിലാണ്. ഇപ്പോൾ നിലവിൽ ഈ വീട്ടിലുള്ളവരൊക്കെ എവിടേക്കോ മാറി താമസിച്ചിരിക്കുന്നു. അവരൊക്കെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫിലാണ് എന്നും പറയുന്നുണ്ട്.